ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് മുഹറം ക്വിസ് ആണ്. മുഹറവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇസ്ലാമിക കലണ്ടറിലെ ഒന്നാമത്തെ മാസം ഏതാണ്? ഇസ്ലാമിക കലണ്ടറിലെ ഒന്നാമത്തെ മാസം ഏതാണ്? ശരിയായ ഉത്തരം മുഹറം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: അല്ലാഹുവിൻ്റെ മാസം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മാസം ഏതാണ്? അല്ലാഹുവിൻ്റെ മാസം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മാസം ഏതാണ്? ശരിയായ ഉത്തരം ഇതാണ് മുഹറം. അല്ലാഹുവിൻ്റെ മാസം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മാസമാണ് മുഹറം. അടുത്തത്: ഇസ്ലാമിക കലണ്ടറിൽ എത്ര മാസങ്ങളുണ്ട്? ഇസ്ലാമിക കലണ്ടറിൽ എത്ര മാസങ്ങൾ ഉണ്ട്? ഉത്തരം 12. ഇസ്ലാമിക കലണ്ടറിൽ 12 മാസങ്ങളാണ് ഉള്ളത്. അടുത്ത ചോദ്യം ഇതാണ്: മുഹറം 10-ാം ദിവസം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? മുഹറം 10-ാം ദിവസം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ശരിയായ ഉത്തരം ഇതാണ് അശൂറ ദിനം. മുഹറം 10-ാം ദിവസം അശൂറ ദിനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം നോക്കൂ: ഈ വർഷത്തെ അശൂറ ദിനം എപ്പോഴാണ്? ഈ വർഷത്തെ അശൂറ ദിനം എപ്പോഴാണ്? ശരിയായ ഉത്തരം ഇതാണ് 2026 ജൂൺ 26 വെള്ളിയാഴ്ച. ഈ വർഷത്തെ അശൂറ ദിനം വരുന്നത് 2026 ജൂൺ 26 വെള്ളിയാഴ്ച. അടുത്ത ചോദ്യം നോക്കൂ: 2026 ഹിജ്റ വർഷം ഏതാണ്? 2026 ഹിജ്റ വർഷം ഏതാണ്? ശരിയായ ഉത്തരം ഇതാണ് ഹിജ്റ 1448. 2026 ഹിജ്റ വർഷം ഏതാണ്? ഹിജ്റ 1448. അടുത്ത ചോദ്യം നോക്കൂ: ഇമാം ഹുസൈൻ്റെ രക്തസാക്ഷിത്വത്തോടുള്ള ദുഃഖത്തിൻ്റെ പ്രതീകമായി മുഹറം മാസത്തിൽ ഷിയോ മുസ്ലിങ്ങൾ ഏത് നിറമാണ് ധരിക്കുന്നത്? ഇമാം ഹുസൈൻ്റെ രക്തസാക്ഷിത്വത്തോടുള്ള ദുഃഖത്തിൻ്റെ പ്രതീകമായി മുഹറം മാസത്തിൽ ഷിയ മുസ്ലിങ്ങൾ ഏതു നിറമാണ് ധരിക്കുന്നത്? ശരിയായ ഉത്തരം കറുപ്പ്. അടുത്ത ചോദ്യം ഇതാണ്: ഇമാം ഹുസൈൻ കൊല്ലപ്പെട്ട നഗരത്തിൻ്റെ പേരെന്ത്? ഇമാം ഹുസൈൻ കൊല്ലപ്പെട്ട നഗരത്തിൻ്റെ പേരെന്താണ്? ശരിയായ ഉത്തരം കർബല. ഇമാം ഹുസൈൻ കൊല്ലപ്പെട്ട നഗരത്തിൻ്റെ പേരാണ് കർബല. അടുത്ത ചോദ്യം: കർബല യുദ്ധം നടന്നത് ഏത് വർഷത്തെ മുഹറം 10-നായിരുന്നു? കർബല യുദ്ധം നടന്നത് ഏത് വർഷത്തെ മുഹറം 10-നായിരുന്നു? ഉത്തരം വരുന്നത് ഹിജ്റ 61. കർബല യുദ്ധം നടന്നത് ഏത് വർഷത്തെ മുഹറം 10-നായിരുന്നു? ഹിജ്റ 61 മുഹറം 10-നായിരുന്നു. അടുത്ത ചോദ്യം നോക്കാം: മുഹറത്തേക്കാൾ പവിത്രമായ മാസം ഏതാണ്? മുഹറത്തേക്കാൾ പവിത്രമായ മാസം ഏതാണ്? ഉത്തരം റമദാൻ. മുഹറത്തേക്കാൾ പവിത്രമായ മാസം റമദാനാണ്. ഏതാണ്? മുഹറത്തേക്കാൾ പവിത്രമായ മാസം റമദാൻ മാസമാണ്. അടുത്തത്: ഇസ്ലാമിക വർഷത്തിലെ പവിത്ര മാസങ്ങൾ എത്രയാണ്? ഇസ്ലാമിക വർഷത്തിലെ പവിത്ര മാസങ്ങൾ എത്രയാണ്? ഉത്തരം 4 മാസം. ഇസ്ലാമിക വർഷത്തിൽ പവിത്രമായ 4 മാസങ്ങളാണ് ഉള്ളത്. അടുത്തത്: മുഹറം മാസത്തിൽ നിഷിദ്ധമായത് എന്താണ്? മുഹറം മാസത്തിൽ നിഷിദ്ധമായത് എന്താണ്? ശരിയായ ഉത്തരം യുദ്ധം. മുഹറം മാസത്തിൽ നിഷിദ്ധമായത് യുദ്ധമാണ്. എന്താണ്? യുദ്ധം. അടുത്ത ചോദ്യം: മുഹറത്തിന് മുമ്പുള്ള മാസം ഏതാണ്? മുഹറത്തിന് മുമ്പുള്ള മാസം ഏതാണ്? ശരിയായ ഉത്തരം
ദുൽഹിജ്ജ. മുഹറത്തിന് മുമ്പുള്ള മാസമാണ് ദുൽഹിജ്ജ. അടുത്ത ചോദ്യം, മുഹറം എന്ന അറബി പദത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? മുഹറം എന്ന അറബി പദത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? ശരിയായ ഉത്തരം നിരോധിച്ചിരിക്കുന്നു. മുഹറം എന്ന അറബി പദത്തിൻ്റെ യഥാർത്ഥ അർത്ഥം നിരോധിച്ചിരിക്കുന്നു എന്നതാണ്. അടുത്ത ചോദ്യം, 12 മാസങ്ങളുള്ള ഒരു സാധാരണ ഇസ്ലാമിക വർഷത്തിൽ എത്ര ദിവസങ്ങൾ ഉണ്ട്? 12 മാസങ്ങളുള്ള ഒരു സാധാരണ ഇസ്ലാമിക വർഷത്തിൽ എത്ര ദിവസങ്ങൾ ഉണ്ട്? ഉത്തരം വരുന്നത് 354 ദിവസം. 12 മാസങ്ങളുള്ള ഒരു സാധാരണ ഇസ്ലാമിക വർഷത്തിൽ 354 ദിവസങ്ങളാണ് ഉള്ളത്. അടുത്ത ചോദ്യം നോക്കൂ. മുഹറം 10 ആചരിക്കുന്ന നോമ്പുമായി ബന്ധപ്പെട്ട പ്രവാചകൻ ആരാണ്? മുഹറം 10 ആചരിക്കുന്ന നോമ്പുമായി ബന്ധപ്പെട്ട പ്രവാചകൻ ആരാണ്? ശരിയായ ഉത്തരം മൂസ നബി. മുഹറം 10 ആചരിക്കുന്ന നോമ്പുമായി ബന്ധപ്പെട്ട പ്രവാചകനാണ് മൂസ നബി. അടുത്തത്, ഇസ്ലാമിക കലണ്ടറിൽ മുഹറത്തിന് ശേഷം വരുന്ന മാസം ഏതാണ്? ഇസ്ലാമിക കലണ്ടറിൽ മുഹറത്തിന് ശേഷം വരുന്ന മാസം ഏതാണ്? ശരിയായ ഉത്തരം സഫർ. ഇസ്ലാമിക കലണ്ടറിൽ മുഹറത്തിന് ശേഷം വരുന്ന മാസമാണ് സഫർ. അപ്പോൾ ഫ്രണ്ട്സ്, മുഹറവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കണ്ടത്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.